നൈസ് വർക്കാടാ, അടിപൊളി. ഭയങ്കര വിഷമമാവും കണ്ടു കഴിയുമ്പോൾ. ഡയറക്ഷൻ, ക്യാമറ, ആർട്ട്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അടിപൊളിയാണ്. അനൂപായി ഒരു ഫ്യൂച്ചർ ഡയറക്ടറാണ്. നിങ്ങൾ കണ്ടതല്ലേ? വർക്ക് കണ്ടായിരുന്നില്ലേ? ആക്ടിങ് ഒക്കെ ഒന്നും പറയാനില്ല, അടിപൊളി, നൈസ്. ഒരു സിനിമയുടെ ക്വാളിറ്റി തന്നെയാണ് പുള്ളി പിടിച്ചത്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും അടിപൊളിയാണ്. ഞാൻ പുള്ളിയൊരു വലിയൊരു ഡയറക്ടറിനെ കാണുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷം. പുള്ളി എൻ്റെ കൂട്ടുകാരനാണ്. എനിക്ക് അതിൽ ഭയങ്കര സന്തോഷം. എല്ലപ്പോഴും നമുക്കൊരു ചാൻസ് കിട്ടായിരിക്കും. എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളി. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, സത്യം പറയാലോ. ഭയങ്കര സീരിയസ്ലി ഞാൻ വിചാരിച്ചില്ല ഇവർ ഇത്ര ഭംഗിയായിട്ട് ചെയ്യുന്നത്. ഞാൻ ഭയങ്കര പ്രൗഡാണ്. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. ഭയങ്കര മ്യൂസിക്കലി എനിക്കൊന്ന് തിയേറ്ററിൽ കാണണമെന്ന് പറയാനൊക്കെ തോന്നുന്നു. ആക്ച്വലി യെസ്, ഇത് തിയേറ്റർ വാച്ചാണ്. ചെറിയ സാധനമേ ഉള്ളൂ, പക്ഷെ അതാണ് അതിൻ്റെ ഭംഗി. ഇത് വലിച്ചു നീട്ടിയിരുന്നെങ്കിൽ ചിലപ്പോൾ അലപ്പായി പോയേനെ. പക്ഷെ കറക്റ്റ് ഡ്യൂറേഷൻ, എവറിത്തിങ് വാസ് സോ ക്രിസ്പ് എന്ന് പറയുന്നത്. വെരി എൻഗേജിങ്, വെരി ടൈറ്റ് എന്ന് പറയില്ലേ, നമ്മൾ എവിടെ ഒന്ന് ലൂസ് ആവാണ്ട് ഭയങ്കര ടൈറ്റ് ആയിട്ട് സാധാരണ എലിവേറ്റ് ചെയ്ത് നല്ല പെർഫോമൻസ്. ഇങ്ങനത്തെ കോൺസെപ്റ്റ്സ് ഒക്കെ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് പാട് വരുന്ന കോൺസെപ്റ്റ്. പക്ഷേ ഇത് അങ്ങനെയൊന്നുമില്ല. അത് ഭയങ്കര സ്മൂത്തായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ വിഷ്വൽസ് ഒക്കെ ഒരു രക്ഷയില്ലാത്ത വിഷ്വൽസാണ്. എഡിറ്റിംഗ് അടിപൊളി, ഭയങ്കര രസമായിട്ടൊരു കഥാപാത്രം. ആക്ച്വലി അല്ലേ അനൂപിൻ്റെ ഈവൻ ആ ഒരു തെയ്യം, നമ്മൾ പറയുമ്പോൾ തെയ്യമൊക്കെ ഈ ഇടയ്ക്കും കണ്ടിട്ടുള്ള സാധനമാണ്. പക്ഷേ ഇത് ഭയങ്കര രസമായിട്ട് നമുക്ക് ആ ട്രാൻസ് ഒക്കെ മനസ്സിലാവുന്ന പോലെ വണ്ടർഫുള്ളായിട്ട് ചെയ്തു. വെരി നൈസ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അവൻ ഒരു രക്ഷയില്ല. ഐ തിങ്ക് അവൻ എന്താണോ വിഷ്വലൈസ് ചെയ്തത് അത് കറക്റ്റായിട്ട് ഡെലിവർ ചെയ്യാൻ അവന് പറ്റി എന്നുള്ളതാണ്. ആൻഡ് വി ആർ വെരി പ്രൗഡ് ദാറ്റ് നല്ലൊരു ഡയറക്ടർ ഫ്രണ്ട് ഉണ്ട് ഞങ്ങൾക്ക് എന്നുള്ളത്. ഹി ഹാസ് ദ പൊട്ടൻഷ്യൽ. ചെറിയ സമയം കൊണ്ട് ഒരു വലിയ സിനിമയുടെ ഫീൽ കിട്ടുന്നുണ്ട്. 100%, 200% ഉണ്ട്. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. താങ്ക് യു. അയ്യോ പ്രേക്ഷകർ, നമ്മളെ കൺമഷിയുടെ ആദ്യത്തെ പ്രിവ്യൂ ആണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് ആഗ്രഹങ്ങൾ, ഒരുപാട് എന്താ പറയുക, ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് സിനിമ അങ്ങനെ കിട്ടട്ടെ ലഭിക്കട്ടെ ആ രീതിയിൽ ചെയ്തൊരു വർക്കാണ്. ഇനി വലിയൊരു പരിപാടികൾ ചെയ്യാൻ സാധിക്കട്ടെ, ദൈവം സഹായിച്ചിട്ട്. കൺമഷി ആ മ്യൂസിക്കൽ ലവ് സ്റ്റോറി എന്നുള്ളൊരു ടാഗ് ലൈനോട് കൂടിയിട്ടാണ് ഇറക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു എന്താ പറയുക, ഒരു സിംബോളിക് ആയിട്ടുള്ളൊരു സ്റ്റോറി നമ്മൾ ചെയ്ത് കുറേ കാലങ്ങളായിട്ട് കണ്ടു ശീലിച്ചിട്ടുള്ള ഒരു കഥാപശ്ചാത്തലങ്ങളായിരിക്കാം. പക്ഷേ ഇന്ന് നിലനിൽക്കുന്ന ഒരുപാട് ഈ പറഞ്ഞ സുപ്രീമസി എന്ന് പറയുന്ന അധികാര മേൽക്കോയ്മ എന്നൊക്കെ പറയുന്ന പരിപാടിയെ നമ്മൾ ഒരു പ്ലോട്ടിൻ്റെ ഒരു കൃത്യമായിട്ടുള്ളൊരു കഥയുടെ ഒരു മ്യൂസിക് റിലേറ്റഡ് ആയിട്ട് പറയാൻ ശ്രമിക്കുന്ന ഒരു കഥയാണ് ശരിക്കും കൺമഷി എന്ന് പറയുന്നത്. അഞ്ജലി ലിറിക്സ്, മ്യൂസിക് അഞ്ജലിയാണ് ചെയ്തിരിക്കുന്നത്. കൺമഷി എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത് അഞ്ജലിയാണ്. പരമു എന്ന ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഒരുപാട് ആൾക്കാരുടെ, ഇപ്പോൾ ഇതിലുള്ള ക്യാമറ ചെയ്ത ഷിഹാബിൻ്റെ ആയാലും പിന്നെ മ്യൂസിക് ചെയ്തുള്ള വിഷ്ണുവിൻ്റെ, അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ സിനിമയിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹം കൊണ്ട് നമ്മൾ എഫേർട്ട് ഇട്ട് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതെല്ലാ ആൾക്കാർക്കും റിലീസ് ചെയ്യുന്ന സമയത്ത് ഇഷ്ടപ്പെടട്ടെ എന്ന് വിചാരിക്കുന്നു. ആൻഡ് ഓഫ് കോഴ്സ് ഇവിടുത്തെ പ്രിവ്യൂ, നമ്മളിവിടെയുള്ള പ്രിവ്യൂ കഴിഞ്ഞതിന് ശേഷം August 17 അബുദാബിയിൽ വെച്ചിട്ടൊരു പ്രിവ്യൂ പ്ലാൻഡ് ആണത് ഓൾറെഡി. May 17 ആ ഒരു പ്രിവ്യൂ കൂടി. ഇഷ്ടമായ കൺമഷി എന്താണ് പറയാനുള്ളത്?